അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലിസാനുൽ ഖുർആനിലെ എല്ലാ ചാപ്റ്ററുകളിലെയും പ്രധാനപ്പെട്ട പോയിന്റുകളുമായിട്ടാണ്. ഇൻഷാ അള്ളാ നമ്മൾ അതിലേക്ക് കടക്കാണ്. അൽ മഅറൂഫ് മാഹുവ, ഒന്നാം പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അൽ മഅറൂഫ് മാഹുവ. നമുക്ക് എല്ലാവർക്കും അറിയാം, മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറഫ, അറിയപ്പെട്ടത്. മഅറൂഫ് മാഹുവ, മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇദാ ളുക്കിറ മഅൽ ഫിഇലി ഫാഇലുഹു യുസമ്മ മഅറൂഫൻ. അതായത് ഇദാ ദുക്കിറ, പറയപ്പെട്ടാൽ മഅൽ ഫിഇലി, ആ പ്രവൃത്തിയോട് കൂടെ ഫാഇലുഹു, അതിന്റെ ഫാഇലിനെ പറയപ്പെട്ടാൽ യുസമ്മ, അതിന് പേര് പറയപ്പെടും മഅറൂഫ് എന്ന്. അഥവാ ആ പ്രവൃത്തി ചെയ്ത ആള് ആരാണോ അദ്ദേഹത്തെ ആ പ്രവൃത്തിയോട് കൂടെ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയപ്പെടും. നെക്സ്റ്റ് ക്വസ്റ്റ്യന് അൽ മജ്ഹൂലു മാഹുവ. മജ്ഹൂല് എന്ന് പറഞ്ഞാൽ എന്ത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ മഅറൂഫ് പറഞ്ഞാൽ പറയപ്പെട്ടാൽ എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മജ്ഹൂൽ എന്നാൽ. ഇദാ ലം യുദ്കർ, അവ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ മഅൽ ഫീലി, ആ പ്രവൃത്തിയോട് കൂടെ ഫാഇലുഹു, അതിന്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അഥവാ പ്രവൃത്തി ചെയ്ത ആളെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേര് പറയപ്പെടും യുസമ്മ മജ്ഹൂലൻ, മജ്ഹൂലി എന്ന് പേര് പറയപ്പെടും. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, കൈഫ യുജ്അലുൽ ഫിഇലിൽ മാദി അൽ മഅറൂഫു മജ്ഹൂലൻ. അല്ലെ, കൈഫ എങ്ങനെ യുജ്അലു ആക്കപ്പെടും ഫിഇൽ മാദിയെ, അപ്പൊ മാദി മഅറൂഫിന് എങ്ങനെയാണ് മജ്ഹൂലാക്കപ്പെടുക എന്നാണ് ചോദ്യം. ഉത്തരം വളരെ സിമ്പിൾ ആണ്. ളുമ്മൽ ഫാഉൽ ഫിഇലി, ഫാ ഫീലിന് ലൊമ്മ് ചെയ്യണം. വഖ്സിർ മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റും ചെയ്യണം. ഇപ്പൊ ഫഅല എന്നുള്ളത് മഅറൂഫായ ഒരു മാദിയായ ഫീലാണ് ഫഅല എന്നുള്ളത്. അവിടെ ഫാ ഫീലിന് ഫത്താണ്, അതിന് നേരെ എന്താവുക, ലൊമ്മ് കൊടുക്കുക. അപ്പൊ ഫുഇല എന്നാക്കണം. അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റുമായി ഫുഇല എന്നാക്കിയാൽ എന്തായി, മജ്ഹൂലായി. ഇനി നാലാമത്തെ ചോദ്യമാണ്, കൈഫ യുജ്അലുൽ ഫീലുൽ മുളാരിഇൽ മഅറൂഫു മജ്ഹൂലൻ. കൈഫ എങ്ങനെയാണ് യുജ്അലു ആക്കപ്പെടുന്നത് അൽ ഫീലുൽ മുളാരി മഅറൂഫൻ, അഥവാ മുളാരി മഅറൂഫിന് എങ്ങനെയാണ് മജ്ഹൂലാക്കപ്പെടുന്നത് എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആണ് അതിന്റെ ആൻസറും. നേരത്തെ പറയപ്പെട്ടതുപോലെ തന്നെ ഉളുമും അറഫുൽ മുളാറഅത്തി, മുളാറഅത്തിന്റെ അറഫിന് ലൊമ്മ് ചെയ്യുക എന്നുള്ളത്, അഥവാ അത്തൈന, അതിൽ ഏതെങ്കിലും ഒരു അറഫ് ഉണ്ടാവും മുളാരി ആകുമ്പോൾ ഫസ്റ്റില്, അതിന് ലൊമ്മ് കൊടുക്കുക. വഫ്ത മാ ഖബലൽ ആഖിരി, അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹും കൊടുത്താൽ എന്തായി, മുളാരി മഅറൂഫ് നമുക്ക് മജ്ഹൂലാക്കാനാവും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ യുഫ് അലു എന്നാണല്ലോ വരിക, ഫഅല യഫ് അലു എന്നാണല്ലോ വരിക അല്ലെ. അതിലെ മുളാറാത്തിന്റെ അക്ഷരായ യാ ഇന് യഫ് അലു എന്ന് പറയുമ്പോൾ അതിന്റെ യാ ഇന് ലൊമ്മ് കൊടുത്താലും മുളാറാത്തിന്റെ അക്ഷരത്തിന് ലൊമ്മ് ചെയ്യുക. അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്ഹും കൊടുക്കുക. അപ്പൊ യുഫ് അലു എന്ന് പറയപ്പെടും പോലെ. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അൻ നായിബുൽ ഫാഇലു മാഹുവ. നായിബ് ഫാഇൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫാഇലി വയുഖാൽ ലഹു നായിബ് ഫാഇൽ. അഥവാ നമ്മളെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ്, ഫിഅല് മജ്ഹൂല് ആയാല് മഫ്ഊലും ബിഹി മർഫൂവുമായി ഫാഇലിന്റെ സ്ഥാനത്ത് അത് വരും ചെയ്താല് അതിനെ പറയപ്പെടുന്നതാണ് നായിബ് ഫാഇൽ എന്നുള്ളത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, അൽ മഫ്ഊൽ ഫീഹി മാഹുവ. മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഹിലി ഔ മക്കാനിഹി വയുസമ്മ ളറഫൻ. അതിന്റെ ളറഫ് എന്നും പേര് പറയപ്പെടുന്നു പറയുന്നു. നമ്മൾ പറയപ്പെട്ടു ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഇലി ഔ മക്കാനിഹി എന്ന്, വയുസമ്മ ളറഫൻ എന്നും. അവ പ്രവൃത്തി സംഭവിക്കുന്ന കാലത്തിന്റെയോ സ്ഥലത്തിന്റെയോ മേലെ സൂചിപ്പിക്കുന്ന നാമമാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയുന്നത്. അതിന് ളറഫ് എന്നും പറയപ്പെടും. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കം അൻവാഉൽ ളറഫ്. ളറഫ് എത്ര ഇനങ്ങളാണ്? വമാഹിയ, അത് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ്. അൽ ളറഫ് നൗആനി, ളറഫ് രണ്ട് വിധമാണ്. ളറഫു സമാന്, ളറഫു മക്കാന്. നമ്മൾ അതിന്റെ താരീഫ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞല്ലോ മഫ്ഊലും ഫീന്റെ സമാനോ മക്കാനോ എന്നുള്ളത്. ളറഫു സമാന് ളറഫു മക്കാന് മനസ്സിലാക്കിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മഫ്ഊലുൽ ലഹു മാഹുവ. ഹുവ മസ്ദറുൻ യുബയ്യിനു സബബുൻ വുഖൂഇൽ ഫിഹ്ലി അല്ലദി ഖബലഹു. നമ്മളെല്ലാവരും പഠിച്ചത് തന്നെയാണ് പുസ്തകത്തില് അല്ലെ. അഥവാ മഫ്ഊലു ലഹു എന്ന് പറഞ്ഞാല് അതിന് മുമ്പുള്ള പ്രവൃത്തി സംഭവിച്ചതിന്റെ കാരണം വ്യക്തമാക്കുന്ന ഒന്നിനാണ് മഫ്ഊലു ലഹു എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ പുസ്തകത്തിൽ നോക്കി മനസ്സിലാക്കുക. അടുത്ത ചോദ്യമാണ്, മഫ്ഊല് മുത്ലഖ് മാഹുവ. ഹുവ മസ്ദറുൻ
ذكر بعد فعله لبيان نوع الفعل أو للتوكيد الفعل أو لبيان عدده. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അവ ഹുവ മസ്ദറുൻ ളുക്കിറ ബഅദ ഫീലിഹി, അതായത് മഫ്ഊല് മുത്ലഖ് എന്നാൽ പ്രവൃത്തിയുടെ രൂപം വിവരിക്കാൻ വേണ്ടി ക്രിയക്ക് ശേഷം പറയപ്പെടുന്ന ക്രിയാനാമമാണ്. ഒന്നെങ്കിൽ അതെന്തേക്കാരം തഅക്കീദിൽ ഫിഇലി, അഥവാ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് പറയുക, അല്ലെങ്കിൽ ഔലി ബയാനി അദദിഹി, അതിന്റെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണം പറയാണ്ടെങ്കിൽ, തൗക്കീദിന്റെ ഉദാഹരണം പറയാണ്ടെങ്കിൽ, ലാ തഖഉദ് ഖുഊദൽ കൽബി, നീ നായയുടെ ഇരുത്തം ഇരിക്കരുത്. അപ്പൊ നമ്മോട് ഇരിക്കരുത് എന്ന് പറയണം. എങ്ങനത്തെ ഇരുത്താണ്? വീണ്ടും ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാണ്, അതാണ് ഊന്നി പറയാന്ന് പറഞ്ഞാല് നായയുടെ ഇരുത്തം എന്നുള്ളത്. അതുപോലെ രണ്ടാമത് പറഞ്ഞത് ലി ബയാനി അദദിഹി എന്നാണ്, അഥവാ ലൊറബ്തുഹു, ഞാൻ അവനെ അടിച്ചു. എന്ത്? ലൊറബൻ, ഒരടി ഞാൻ അവനെ അടിച്ചു, അവനെ ഞാൻ ഒരടി അടിച്ചു. ആ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതിനാണ് മഫ്ഊല് മുത്ലഖ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് അൽ ഉറൂഫുൽ അത്ഫി കം ഹിയ വമാ ഹിയ. എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. അത്ഫിന്റെ അക്ഷരങ്ങള് അഷറത്തുൻ 10 ഔ ബൽ ഹത്ത, അതുപോലെ ഫാ വാവ് ലാകിന്ന സുമ്മ അം ഇമ്മ ല എന്നുള്ളത്. അതിനൊരു ബൈത്തൊക്കെ ഉണ്ടല്ലേ, ഉറൂഫു അത്ഫിൻ ഔ വബൽ ഹത്ത വഫ വാവിൻ വലാകിൻ സുമ്മ അം ഇമ്മ വല. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലാത്തവരെ പഠിക്കുക, എന്നാൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എഴുതാം. അതുപോലെ അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇറാബുൽ മഅതൂഫി മാഹുവ. മഅതൂഫിന്റെ ഇറാബ് എന്താന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അത്ഫിന്റെ അക്ഷരങ്ങൾക്ക് തൊട്ട് മുമ്പുള്ളതിനെ പറയുന്ന പേരാണ് മഅതൂഫിൻ അലൈഹി എന്നും, വമാ ഖബ്ലഹ മഅതൂഫിൻ അലൈഹി, അതിന്റെ മുമ്പുള്ളതിന് മഅതൂഫിൻ അലൈഹി എന്നും, അതിന് ശേഷമുള്ളത് വമാ ബഅദഹ, അതിനാണ് പറയപ്പെടുക മഅതൂഫ് എന്നുള്ളത്. അതിന്റെ ഇറാബ് എന്താന്നാ ചോദിച്ചിരിക്കണേ. പുസ്തകത്തിലൊക്കെ പഠിച്ചതാണ്. അഥവാ യത്ബഉൽ മഅതൂഫ് അലൈഹി ഫിൽ ഇറാബി, ഇറാബിന്റെ വിഷയത്തില് മഅതൂഫിൻ അലൈഹിക്ക് എന്താണോ ഇറാബ് ഉള്ളത് അത് തന്നെയാണ് മഅതൂഫിന്റെ ഇറാബും വരിക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം മൽ മുലാഫു വൽ മുലാഫുൻ ഇലൈഹി. മുലാഫ് എന്നും മുലാഫുൻ ഇലൈഹി എന്നും പറഞ്ഞാൽ എന്താണ്? കലിമത്താനി, 2 കലിമത്തുകളാണ്. ഉളീഫത്ത് എന്തായിട്ടുണ്ട്? ചേർക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഊല, ഒന്നാമത്തേതിനെ മിൻഹുമ, ആ രണ്ടിൽ നിന്നുള്ള 2 കലിമത്തുണ്ടല്ലോ, ആ 2 കലിമത്തുകളിൽ നിന്നുള്ള ഒന്നിനെ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇല സാനിയത്തി, രണ്ടാമത്തതിലേക്ക്. ഫത്തുസമ്മ, ആ ചേർക്കപ്പെട്ടതിന്റെ പേര് പറയപ്പെടും. അൽ കലിമത്തുൽ ഊല, ഒന്നാമത്തെ കലിമത്തിന്റെ പേര് പറയപ്പെടും. മിൻഹ, ആ 2 കലിമത്തുകളിൽ നിന്നുള്ള ഒന്നാമത്തെ കലിമത്തിന്റെ പേര് പറയപ്പെടും. മുലാഫുൻ, മുലാഫ് എന്ന് പേര് പറയപ്പെടും. വസാനിയത്തു, രണ്ടാമത്തെ കലിമത്തിന്റെ പേര് പറയപ്പെടും. മുലാഫുൻ ഇലൈഹി, മുലാഫുൻ ഇലൈഹി എന്നും പേര് പറയപ്പെടും. അടുത്ത ചോദ്യം മഅല യുഅളഫു മിനൽ മുലാഫി, എന്തിനൊക്കെയാണ് കളയപ്പെടുക? മുലാഫിലെ വിഷയത്തില് മാല എന്തിനാണ് കളയപ്പെടുക? മിനൽ മുലാഫി, മുലാഫിൽ നിന്ന് എന്തിനൊക്കെയാണ് കളയപ്പെടുക? അതിന് ഇലാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്ത് എന്തിനൊക്കെ കളയപ്പെടും എന്നുള്ളതാണ്. യുഹ്ലഫു തൻവീനു, തൻവീനിനെ കളയപ്പെടും. നൂന് തസ്നിയ, തസ്നിയാന്റെ നൂനിനെ കളയപ്പെടും. വൽ ജംഇ മിമ്മ തുലാഫു, അതുപോലെ തന്നെ ജംഇന്റെ നൂനെയും കളയപ്പെടും. അടുത്ത ചോദ്യം മൽ ജംഉ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുവ മാ ദല്ല അലാ അക്സറ മിൻ ഇസ്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി. ജംഉ മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. മാ ദല്ല അലാ അക്സരി മിൻ ഇസ്നൈനി മഅ സലാമത്തി ബിനാഇ മുഫ്രദിഹി, ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ യാ നൂന് അല്ലെങ്കിൽ വാവ് നൂന് എന്നിവ അവസാനം വർദ്ധിപ്പിച്ചങ്ങാണ്ട് മാത്രം ചെയ്ത് 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിന് ജംഅ മുദക്കർ സാലിം എന്ന് പറയുന്നു. അതായത് ജംഅ മുദക്കർ സാലിമിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിമൂന, മുസ്ലിമീന. യാ നൂന് ഒന്നില്ലെങ്കിൽ അവസാനത്തിൽ വർദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ വാവുൻ നൂനും. അത് നമുക്ക് അതിന്റെ ഇറാബ് പറയുമ്പോൾ മനസ്സിലാവും. കൈഫ യുർഫഉ വയുൻസബുൽ ജംഉ മുദക്കർ സാലിം. ജംഉ മുദക്കർ സാലിമിന് എന്തുകൊണ്ടാണ് റഫ്, നസ്ബ്, ജർറൊക്കെ ചെയ്യാന്നുള്ളതാണ് ചോദ്യം. യുർഫഉ ബിൽ വാവി, അഥവാ വാവ് കൊണ്ടാണ് റഫ്. ആ സമയത്താണ് മുസ്ലിമൂന, അവിടെ വാവും നൂനാണ് അവസാനത്തിൽ വരിക. മുസ്ലിമൂന, വാവ് കൊണ്ടാണ് അവിടെ റഫ് ചെയ്യുന്നത്. വയുൻസബു വയജുറു ബിൽ യാഇ,
അൽ മഖ്സൂരി മാ ഖബ്ലഹ. അവ നസ്ബുൻ ജറും ചെയ്യണ സമയം എന്തുകൊണ്ടാണ്? യാ കൊണ്ടാണ് നസ്ബുൻ ജറും ചെയ്യുക. ആ സമയത്ത് അതിന്റെ അവസാനത്തിന് മുമ്പുള്ളതിന് കസ്റുമായിരിക്കും. ഉദാഹരണം മുസ്ലിമീന. ജറിന്റെ അവസ്ഥയാവട്ടെ നസ്ബിന്റെ അവസ്ഥയാവട്ടെ, ഈ രണ്ടവസ്ഥയിലും മുസ്ലിമീന യാ നൂനാണ് അതിന്റെ അവസാനത്തിൽ വർദ്ധിപ്പിക്കുക. അതിന്റെ മുമ്പുള്ളതിന് എന്തേക്കാരം? കസുറേക്കാരം. അതാണ് മുസ്ലിമീന. അടുത്ത ചോദ്യം, മൽ ജം അൽ മുഅന്നസു സാലിം. ജം മുഅന്നസു സാലിം എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഉത്തരാണ് മാ ജുമിഅ ബി അലിഫിൻ വ താഇൻ മസീദതൈനി അലാ മുഫ്രദിഹി. അവ ഒരു മുഫ്രദായ പദം, ഏകവചന രൂപത്തിൽ മാറ്റം വരാതെ അലിഫ് താ എന്നിവ അവസാനം വർദ്ധിപ്പിക്കുക, അതിനാണ് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുക. അപ്പൊ മുസ്ലിമാത്ത് അങ്ങനെ പറയുമ്പോൾ അലിഫും താവാണ് വർദ്ധിപ്പിക്കുക. മനസ്സിലാക്കി വെച്ചാൽ മതി, ഒറ്റ പദം. ഇനി അതിന്റെ ഇറാബ് പഠിക്കാൻ ഒരു പദം മതി. കൈഫ യുർഫഉ വ യുൻസബുൽ ജംഉൽ മുഅന്നസു സാലിം. ജംഉ മുഅന്നസ് സാലിമിന് എന്തുകൊണ്ടാണ് റഫ്ഉം നസ്ബും ജറും ചെയ്യാന്നുള്ളതാണ് ചോദ്യം. യുർഫഉ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്യുക. അപ്പൊ ലമ്മിന്റെ അവസ്ഥയിൽ മുസ്ലിമാത്തു എന്ന് പറയും, ലമ്മത്ത് കൊണ്ട് റഫ്. ഇനി നസ്ബും ജറും ചെയ്യുക കസ്രത്ത് കൊണ്ടാണ്, അപ്പൊ മുസ്ലിമാത്തി എന്ന് പറയും. താഇനെന്താവും? കസ്റ് കൊടുക്കും. അത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചോദ്യമാണ് ലൊമാഇറുൽ മുൻഫസിലത്തി മാ ഹുവ. മുൻഫസിലായ ലൊമീറുകൾ ഏതൊക്കെയാന്നുള്ളത് വളരെ സുഖാണ്. നമ്മൾ സർഫാക്കാൻ പഠിച്ചത് മുതൽ കേട്ട് പരിചയമുള്ള പദങ്ങളാണ്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമ അൻതും, അൻതി അൻതുമ അൻതുന്ന, അനാ നഹ്നു. ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. മുത്തസിലായ ലൊമീർ. ലൊമീർ രണ്ട് വിധമാണ്, മുൻഫസില്, മുത്തസില്. മുത്തസിലായ ലൊമീറുകളിൽ ഏതൊക്കെ വരിക എന്നുള്ളത്. അപ്പൊ ലഹു എന്നുള്ളത് അലൈക്കും, അതുപോലെ അൻതലുർക്ക എന്ന് പറയുമ്പോൾ അതിലെ ക എന്നുള്ളത്, ലഹുമ എന്ന് പറയുമ്പോൾ അതിലെ ഹുമ എന്നുള്ളത്, അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവുകയാണ്. വളരെ സിമ്പിൾ ഭാഗമാണ് ഇനി വരുന്നത്. അഹവാത്തു ഇന്ന മാഹിയ, അഥവാ ഇന്ന അഹവാത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഇന്ന അഹവാത്തുകൾ 6 അവ ഇസ്മിന് നസ്ബും ഹബറിന് റഫും ചെയ്യും ആമില് സിത്തത്ത് ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല തമ്മത്ത്. ഇങ്ങനെ 6 ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല എന്നീ 6 ഇന്ന ഹവാത്തുകള്. അതിന്റെ അടുത്ത ചോദ്യമാണ് മാ ഇറാബു ഇന്ന വഹവാത്തുവ. ഇന്ന ഹവാത്തിന്റെ ഇറാബുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതാണ് നേരത്തെ പാട്ടിൽ പറഞ്ഞത്, ഇസ്മിന് നസ്ബും ഹബറിന് റഫും എന്നുള്ളത്. അതായത് തുൻസിബുൽ ഇസ്മു ഇസ്മിന് നസ്ബ് ചെയ്യും, തർഫഉൽ ഹബറു ഹബറിന് റഫും ചെയ്യും. അതുപോലെ അടുത്ത ചോദ്യമാണ് മാ ഇറാബു കാന വഹവാത്തുവ. കാന ഹവാത്തിന്റെ ഇറാബ്. അവ ഇന്ന ഹവാത്തിന്റെ ഇറാബ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്ന ഹവാത്തിൽ ഇസ്മിൻ നസ്ബ് ആണെങ്കിൽ കാന ഹവാത്തിൽ ഇസ്മിന് റഫാണ്, ഹബറിന് നസ്ബുമാണ്. തർഫഉൽ ഇസ്മ തൻസിബുൽ ഹബറു. അഹവാത്തു കാന മാഹിയ. കാന അഹവാത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. കാന, സോറ, ബാത്ത, അസ്ബഹ, അൽഹ, അംസ, വല്ല, മാസാല, മാഫിത്യ, മാബരിഹ, മൻഫക്ക, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ പുസ്തകത്തിൽ നോക്കി പഠിക്കുക. അടുത്ത ചോദ്യമാണ് മൽ അദവാത്തുല്ലത്തി തൻസിബുൽ ഫിഉൽ മുളാരി. മുളാരി ആയ ഫിഇലിന് നസ്ബ് ചെയ്യുന്ന അടയാളങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വളരെ സുഖാണ്. അല്ലൻ, കൈ, ഇലൻ, ഈ 4 ഹർഫുകളാണ് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുന്നത്. മൽ അദവാത്തുല്ലത്തി തജ്സിമുൽ ഫീൽ മുളാരി. മുളാരിയായ ഫീലിന് ജസ്മ് ചെയ്യുന്ന അടയാളങ്ങൾ ഏതൊക്കെയാന്നുള്ളത്. അത് 5 ഇൻ, ലം, ലമ്മ, ലാമുൽ അംറി, ലാലിൻ നഹി, ഇങ്ങനെ 5 അഥവാ നസ്ബ് ചെയ്യണ 4 അല്ലൻ, കൈലൻ. ജസ്മ് ചെയ്യണത് 5 ഇൻ, ലം, ലമ്മ, ലാമുൽ അംറി, ലാലിൻ നഹി എന്നിങ്ങനെ 5 ഇനി ഇതിന്റെ ആകെ തുക അവസാനത്തിൽ നമുക്കൊന്ന് നോക്കാം. ഇറാബുകള് മഫ്ഊലിന് നസ്ബ്, മുളാഫിൻ ഇലൈഹിന്റെ ഇറാബ് ജർറ്, നായിബ് ഫായിലിന്റെ ഇറാബ് റഫ്, ഫായിലിന്റെ ഇറാബ് റഫ്, മഅതൂഫിന്റെ ഇറാബ് മഅതൂഫിൻ അലൈഹി. ഇസ്മ് അവ ഇന്നഹവാത്തിന്റെ ഇസ്മിന് നസ്ബ്, ഹബറിന് റഫ്, കാനഹവാത്തിന്റെ ഹബറിന് നസ്ബ്, ഇസ്മിന് റഫ് എന്നിങ്ങനെയാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റു വിഷയങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകളുമായും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളുടെയും മുൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആവർത്തിക്കപ്പെട്ട ചോദ്യങ്ങളുമായും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.